ഓക്കെ, അപ്പോ അങ്ങ് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയാണെ. നമുക്ക് ഏതങ്ങ് തുടങ്ങാം. നമുക്ക് ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ ഫിസിയോഗ്രഫി നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കാം. അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പ്രധാനമായും അഞ്ചായി തിരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പ്രധാനമായും എത്രയായി തിരിച്ചിരിക്കുന്നു? അഞ്ചായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ്. രണ്ടാമത്തേത് ഉത്തര മഹാസമതലം. മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി. ഇതിനകത്ത് നിൽക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി. നാലാമത്തേത് കടലുമായി ചേർന്ന് നിൽക്കുന്ന തീരപ്രദേശം. അഞ്ചാമത്തേത് ദ്വീപുകളാണ്. ദ്വീപുകളാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പ്രധാനമായിട്ടും എത്രയായി തിരിച്ചിരിക്കുന്നു? അഞ്ചായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഉത്തരപർവ്വത മേഖല. രണ്ടാമത്തേത് ഉത്തര മഹാസമതലം. മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റോ. നാലാമത്തേത് കടലുമായി ചേർന്ന് നിൽക്കുന്ന തീരപ്രദേശം. അഞ്ചാമത്തേത് ദ്വീപുകളാണ്. ഐലൻഡ്സ് ആണ്. അങ്ങനെ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പ്രധാനമായിട്ടും അഞ്ചായി തിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ. നമുക്ക് നോർത്തിൽ നിന്ന് താഴേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ തുടങ്ങിയാണ്. അവിടെ എല്ലാ ഗൈഡും കൊള്ളാം. നമ്മൾ പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. എല്ലാ ഗൈഡും കൊള്ളാം, ഒരു പ്രശ്നവും. ഏതായാലും നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ആ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് വരാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ് ആണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പ്രധാനമായും അഞ്ചായി തിരിച്ചിരിക്കുന്നു. നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ റീജിയൻ ആൻഡ് ഐലൻഡ്സ്. അതിൽ നോർത്തേൺ മൗണ്ടൻസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, സങ്കല്പിക്കുക ഈ കാണുന്നത് ഇന്ത്യയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇന്ത്യയാണ്. ഇവിടെ ലഡാക്കായി, പിന്നെ അത് കഴിഞ്ഞ ജമ്മു കാശ്മീറായി, താഴേക്ക് വന്നപ്പോ നേപ്പാളായി, നേപ്പാൾ കഴിഞ്ഞടുത്ത് സിക്കിം കഴിഞ്ഞടുത്ത് ഭൂട്ടാനായി, പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് ആയി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നു. ഇന്ത്യക്ക് വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെ ചേർത്താണ് നമ്മൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ നോർത്തേൺ മൗണ്ടൻസിന് പ്രധാനമായിട്ടും 3 ഡിവിഷനുകളുണ്ട്. നോർത്തേൺ മൗണ്ടൻസിന്റെ 3 പ്രധാന ഡിവിഷനുകളാണ്. ഒന്നാമത്തേത് ട്രാൻസ് ഈ ട്രാൻസ് ഹിമാലയാസിന് 3 റേഞ്ചുകളുണ്ട്. രണ്ടാമത്തേത് ഹിമാലയാസ് ആണ്. ഈ ഹിമാലയാസിന് 3 റേഞ്ചുകളുണ്ട്. ഒന്നാമത്തേത് ഹിമാദ്രി, ഈ കാണുന്ന ഹിമാദ്രി. രണ്ടാമത്തേത് ഹിമാചൽ, ഹിമാചൽ. മൂന്നാമത്തേത് ശിവാലിക്. സോ ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ ഭാഗം ഇവിടെ കാണുന്ന ഈ പർവ്വതങ്ങളെ ചേർത്ത് ഇവിടം ഈസ്റ്റ് ആണ്. സോ ഈസ്റ്റിൽ കാണുന്ന എല്ലാ പർവ്വതങ്ങളെയും ചേർത്ത് നമുക്ക് എന്ത് പറയാം? ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയാം. ഈസ്റ്റിൽ കാണുന്ന എല്ലാ പർവ്വതങ്ങളെയും ചേർത്ത് നമുക്ക് ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈസ്റ്റിന്റെ മലയാളം പൂർവം. പൂർവത്തിൽ കാണുന്ന എല്ലാ പർവ്വതങ്ങളെയും ചേർത്ത് നമുക്ക്
പൂർവാചൽ എന്ന് പറയാം. പൂർവ്വത്തിൽ കാണുന്ന എല്ലാ പർവ്വതങ്ങളെയും ചേർത്ത് നമുക്ക് എന്ത് പറയാം? പൂർവാചൽ എന്ന് പറയാം. ഓക്കെ, പൂർവാചൽ എന്ന് പറയാം, പൂർവാചൽ എന്ന് പറയാം. സോ എന്താണ് നോർത്തേൺ മൗണ്ടൻസ്? ഇന്ത്യയുടെ നോർത്തിലും നോർത്ത് ഈസ്റ്റിലുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെ ചേർത്താണ് നമ്മൾ നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നു. ഈ നോർത്തേൺ മൗണ്ടൻസിന് 3 ഡിവിഷനുകളുണ്ട്. ഒന്ന് ട്രാൻസ് ഹിമാലയ, രണ്ടാമത്തേത് ഹിമാലയ, മൂന്നാമത്തേത് ഈസ്റ്റേൺ ഹിൽസ് ആണ്. ഈ ട്രാൻസ് ഹിമാലയാസിന് 3 റേഞ്ചുകളുണ്ട്. ട്രാൻസ് ഹിമാലയാസിന് 3 റേഞ്ചുകളുണ്ട്. ഒന്നാമത്തേത് കാരക്കോറം റേഞ്ച്, ഒന്നാമത്തേത് കാരക്കോറം റേഞ്ച്, രണ്ടാമത്തേത് ലഡാക്ക് റേഞ്ച്, രണ്ടാമത്തേത് ലഡാക്ക് റേഞ്ച്, രണ്ടാമത്തേത് ലഡാക്ക് റേഞ്ച്, മൂന്നാമത്തേത് സസ്കർ റേഞ്ച്, മൂന്നാമത്തേത് സസ്കർ റേഞ്ച്, മൂന്നാമത്തേത് സസ്കർ റേഞ്ച്. സോ ട്രാൻസ് ഹിമാലയാസിന്റെ 3 റേഞ്ചുകൾ, ട്രാൻസ് ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ് കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്. ഇവയെ 3ഉം ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നു. സോ ട്രാൻസ് ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ് കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്. ഇനി ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഒന്ന് ഹിമാദ്രി, ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തേത് ഹിമാചൽ, രണ്ടാമത്തേത് ഹിമാചൽ, മൂന്നാമത്തേത് ശിവാലിക്കാണ്, മൂന്നാമത്തേത് ശിവാലിക്കാണ്. സോ ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇവയെ 3ഉം ചേർത്താണ് നമ്മൾ ഹിമാലയാസ് എന്ന് പറയുന്നു. ഇവയെ 3 ചേർത്ത് നമുക്ക് എന്ത് പറയാം? ഹിമാലയാസ് എന്ന് പറയാം. ഓക്കെ, ഹിമാലയാസ് എന്ന് നമുക്ക് പറയാം, പോകത്തില്ല. സോ എന്താ നോർത്തേൺ മൗണ്ടൻസ്? ഇന്ത്യയുടെ നോർത്തിലും നോർത്ത് ഈസ്റ്റിലുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെ എല്ലാം ചേർത്താണ് നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഈ നോർത്തേൺ മൗണ്ടൻസിന്റെ 3 ഡിവിഷൻസ് ആണ് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയാസിന് 3 റേഞ്ചുകളുണ്ട്. കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്. ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. മറ്റത് ഈസ്റ്റേൺ ഹിൽസ് ആണ്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയാസ് ആണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹിമാലയാസ് ആണ്. സോ ശ്രദ്ധിച്ചിരിക്കാം. എങ്ങനെയാണ് ഹിമാലയം രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ, പണ്ട് 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 ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് ആര് രൂപം കൊണ്ടത്? ഹിമാലയം രൂപം കൊണ്ടത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. ഞാൻ 2 സൈഡിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? ഈ ഭാഗം മുകളിലേക്ക് പൊങ്ങും, ഈ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങും. അതേപോലെയാണ് ആര് രൂപം കൊണ്ടത്? ഹിമാലയം രൂപം കൊണ്ടത്. സോ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് ഹിമാലയം രൂപം കൊണ്ടത്. ഇപ്പൊ കുറച്ചും കൂടെ ഒരു പിൻ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അവക്കിടയിൽ ഉണ്ടായിരുന്ന തെദിസ് എന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി മുകളിലേക്ക് പൊങ്ങിയാണ് എന്തായിട്ട് മാറിയത്? ഹിമാലയമായിട്ട് മാറിയത്. ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും ലൗറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അവക്കിടയിൽ ഉണ്ടായിരുന്ന തെദിസ് എന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി മുകളിലേക്ക് പൊങ്ങിയാണ് എന്തായിട്ട് മാറിയത്? ഹിമാലയമായിട്ട് മാറിയത്. ഓക്കെ, ഇതൊരു സിംഗിൾ കൊളിഷന്റെ ഫലമായിട്ടല്ല രൂപം കൊണ്ടത്. ഹിമാലയം രൂപം കൊണ്ടത്. മറിച്ച് ഒരു സീരീസ് ഓഫ് കൊളിഷന്റെ ഫലമായിട്ടാണ് ഹിമാലയാസ് ഫോം ചെയ്തത്. അതായത് ആദ്യ സെറ്റ് ഓഫ് കൊളിഷന്റെ ഫലമായിട്ട് ഹിമാദ്രി ഫോം ചെയ്തു. രണ്ടാമത്തെ സെറ്റ് ഓഫ് കൊളിഷന്റെ ഫലമായിട്ട് ഹിമാചൽ ഫോം ചെയ്തു. പിന്നീട് മൂന്നാമത്തെ സെറ്റ് ഓഫ് കൊളിഷന്റെ ഫലമായിട്ട് ശിവാലിക് ഫോം ചെയ്തു. സോ ഹിമാലയാസ് ഒരു സിംഗിൾ കൊളിഷന്റെ ഫലമായിട്ടല്ല രൂപം കൊണ്ടത്, മറിച്ച് ഒരു സീരീസ് ഓഫ് കൊളിഷന്റെ ഫലമായിട്ടാണ് രൂപം കൊണ്ടത്. ആദ്യം ഹിമാദ്രി രൂപം കൊണ്ടു, പിന്നീട് ഹിമാചൽ രൂപം കൊണ്ടു, പിന്നീട് ശിവാലിക് രൂപം കൊണ്ടു. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടാണ് ഹിമാലയം രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഹിമാലയം എന്ത് പർവ്വതങ്ങളാണ്? മടക്ക് പർവ്വതങ്ങളാണ്. ഞാനൊരു പേപ്പറിനെ പിടിച്ച് അടിച്ചിട്ട് വിട്ടാൽ അത് തിരിച്ചെങ്ങനെ പോകുന്നു? അതേപോലെയാണ് ഹിമാലയം നിൽക്കുന്നത്. സോ ഹിമാലയം എന്ത് തരം പർവ്വതത്തിന് ഉദാഹരണമാണ്? ഹിമാലയം ഫോൾഡഡ് മൗണ്ടൻസിന് ഉദാഹരണമാണ്. ഹിമാലയം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫോൾഡഡ് മൗണ്ടൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഏതാണ്? അത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം. സോ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടി
അവയ്ക്കിടയിൽ ഉണ്ടായിരുന്ന തെതിസ് എന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി മുകളിലേക്ക് പൊങ്ങിയാണ് ഹിമാലയം രൂപം കൊണ്ടത്. ഇതൊരു സിംഗിൾ കൊളിഷന്റെ ഫലമായിട്ടല്ല രൂപം കൊണ്ടത്, മറിച്ച് ഒരു സീരീസ് ഓഫ് കൊളിഷന്റെ ഫലമായിട്ടാണ് ഹിമാലയാസ് ഫോം ചെയ്തത്. ആദ്യം ഹിമാദ്രി, പിന്നീട് ഹിമാചൽ, പിന്നീട് ശിവാലിക്. സോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയമാണ്. മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടെയിൻ റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ്. സോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര അതും ആരാണ്? ഹിമാലയമാണ്. ഇനി അവസാദ ശിലകൾ കൊണ്ട് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് കൊണ്ടാണ്, എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ശിലകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ആഗ്നേയശില പൊടിഞ്ഞാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത്. ഈ അവസാദ ശിലകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം ഹിമത്തിന്റെ ആലയമാണ്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം ഹിമത്തിന്റെ ആലയമാണ്, അല്ലെങ്കിൽ abode of snow. The word Himalaya means abode of snow, അല്ലെങ്കിൽ മഞ്ഞിന്റെ വാസസ്ഥലം. അപ്പൊ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഒരിക്കൽ കൂടെ, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയാണ് ഹിമാലയം രൂപം കൊണ്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഓക്കെ, ആരിഫെ കിട്ടിയില്ല. 4 ടൈപ്സ് ഭൂപ്രകൃതിയുള്ളൂ, ബാക്കി അങ്ങോട്ട് പോയി. 5 ഉണ്ടോ? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ. 5 ആണ്, 4 അല്ല കേട്ടോ. ഓക്കെ അല്ലേ? ശരി. അപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇതാണ്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. നെക്സ്റ്റ് വൺ, ഈ കാണുന്നത് ഗംഗാ സമതലമാണ്. നോക്കിയേ നിങ്ങൾ, ഈ കാണുന്നത് ഗംഗാ സമതലമാണ്. ഈ വരയ്ക്കാൻ പോകുന്നത് ഗംഗാ സമതലമാണ്. ഗംഗാ നദി വന്ന് നിക്ഷേപിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട ഗംഗാ സമതലമാണ് ഈ കാണുന്നത്. ഇത് ഗംഗാ സമതലമാണ്. ഈ കാണുന്നത് ടിബറ്റൻ പീഠഭൂമിയാണ്. ഗംഗാ സമതലം, ടിബറ്റൻ പീഠഭൂമി. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഗംഗാ സമതലത്തിനും ടിബറ്റൻ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാണ്? ഗംഗാ സമതലത്തിനും ടിബറ്റൻ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയമാണ്. സോ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഗംഗാ സമതലത്തിനും ടിബറ്റൻ പീഠഭൂമിക്കും ഇടയിലായാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ, ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ടിബറ്റൻ പ്ലാറ്റൂവിൽ നിന്ന് വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച്. ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തന്നെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ഹിമാലയമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഇന്ത്യൻ പെനിൻസുലയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഉപദ്വീപീയ ഇന്ത്യയും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിലുള്ള വ്യത്യാസം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കാം. അതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 3 വശം വെള്ളം കൊണ്ട് ഒരു ഭാഗം കരയുമായി ചേർന്നിരിക്കുന്ന ഇന്ത്യയുടെ ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നു. ഉറപ്പാണ്. അപ്പൊ ഇത്രയും ഭാഗമാണ് ഉപദ്വീപീയ ഇന്ത്യ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പണ്ട് നമ്മുടെ ഇന്ന് കാണുന്ന ഈ 7 കോണ്ടിനെന്റ്സ് എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തല്ല പോയി കിടന്നത്. പണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു. പണ്ട് ഈ ലോകത്തിലാകെ ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂഖണ്ഡമാണ് പാൻജിയ. പണ്ട് ഭൂമിയിലാകെ ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ആ ഭൂഖണ്ഡമാണ് പാൻജിയ. ഈ പാൻജിയെ ചുറ്റിയുണ്ടായിരുന്ന വലിയ സമുദ്രമാണ് പന്തലാസ. പാൻജിയെ ചുറ്റിയുണ്ടായിരുന്ന വലിയ സമുദ്രമാണ് പന്തലാസ. ഓക്കെ, പന്തലാസ. തുടർന്ന് തെതിസ് എന്ന സമുദ്രം പാൻജിയെ രണ്ടായി തിരിച്ചു. മുഗൾ ഭാഗം അറിയപ്പെടുന്ന പേര് ലൗറേഷ്യ. താഴ്ഭാഗം അറിയപ്പെടുന്ന പേര് ഗോണ്ട്വാന ലാൻഡ്. ഓക്കെ, ഗോണ്ട്വാന ലാൻഡ്. ഈ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മുകളിലേക്ക് നീങ്ങിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്ന ലൗറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടി. ഇന്ന് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എവിടാ സ്ഥിതി ചെയ്യുന്നത്? ലൗറേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ പണ്ട് അവൻ ആരുടെ ഭാഗമായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. ഇന്ന് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ലൗറേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ പണ്ട് അവൻ ആരുടെ ഭാഗമായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ കൂട്ടിമുട്ടാൻ വന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിലെ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈ കൂട്ടിമുട്ടാൻ വന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ വരുന്ന ഈ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം സങ്കല്പിക്കുക. ഏഷ്യയിലാകെ 48 രാജ്യങ്ങളുണ്ട്. ഇതിൽ 41 രാജ്യങ്ങളുടെ കാലാവസ്ഥ ഒന്നാണ്. 7 രാജ്യങ്ങളുടെ കാലാവസ്ഥ മറ്റൊന്നാണ്. 41 രാജ്യങ്ങളുടെ കാലാവസ്ഥ ഒന്നാണ്, 7 രാജ്യങ്ങളുടെ കാലാവസ്ഥ മറ്റൊന്നാണ്. ഈ 7 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പ്രധാന കോണ്ടിനെന്റായ ഏഷ്യയിലാണെങ്കിലും കാലാവസ്ഥപരമായോ ജോഗ്രഫിപരമായോ ഈ 7 രാജ്യങ്ങൾക്ക് ഏഷ്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇന്ത്യക്കാരനെ കാണാൻ ചൈനക്കാരനെ പോലെയല്ല, റഷ്യക്കാരനെ പോലെയല്ല, ജപ്പാൻകാരനെ പോലെയല്ല, നോർത്ത് കൊറിയക്കാരനെ പോലെയല്ല, സൗത്ത് കൊറിയക്കാരനെ പോലെയല്ല, ഇന്തോനേഷ്യക്കാരനെ പോലെയല്ല. നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. കാരണം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണെങ്കിലും നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ജോഗ്രഫി ഇതൊന്നും തന്നെ ഏഷ്യയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മാച്ച് കാണിക്കുന്നില്ല. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളല്ല. നമ്മൾ പണ്ട് അങ്ങ് താഴെ കിടന്ന ഒരു പോർഷൻ ആയിരുന്നു. അതാണ് പിന്നീട് മുകളിലേക്ക് കയറി വന്ന് ഇന്ന് ഏഷ്യയുടെ പാർട്ടായിട്ട് നിൽക്കുന്നത്. സോ നമ്മുടെ ജോഗ്രഫി എപ്പോഴും സിമിലാരിറ്റി കാണിക്കുന്നത് ആരുമായിട്ടായിരിക്കും? ഗോണ്ട്വാന ലാൻഡുമായിട്ടുമായിരിക്കും നമ്മൾ സിമിലാരിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ആ കൂട്ടിമുട്ടാൻ വന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ വരുന്ന 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ് ഒന്ന് ഇന്ത്യ. രണ്ടാമത്തേത് പാകിസ്ഥാൻ, പാകിസ്ഥാൻ. മൂന്നാമത്തേത് നേപ്പാൾ, നേപ്പാൾ. നാലാമത്തേത് ഭൂട്ടാൻ, നേപ്പാൾ, ഭൂട്ടാൻ. അഞ്ചാമത്തേത് ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ദെൻ ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്. ഈ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്. ഈ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നു. ഈ 7 രാജ്യങ്ങളെ ചേർത്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നു. ഇന്ത്യയുടെ ഇത്രയും ഭാഗത്തെ 3 ഭാഗം വെള്ളം കൊണ്ടും 1 ഭാഗം കരയുമായി ചേർന്നിരിക്കുന്ന ഇത്രയും ഭാഗത്തെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയാം. മറ്റതെന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ 7 രാജ്യങ്ങളും 247 ദ്വീപുകളുമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ 7 രാജ്യങ്ങളും 247 ദ്വീപുകളുമുണ്ട്. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക,
ആൻഡ് മാൽദീവ്സ്. ഉറപ്പാണ്, പോകത്തില്ല. സോ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ആരാണ്? അത് ഹിമാലയമാണ്. ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തന്നെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ആരാണ്? അത് ഹിമാലയമാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഡൗട്ട്, ട്രാൻസ് ഹിമാലയൻ റേഞ്ചിന്റെ മലയാളം പറയാമോ? ഹിമാലയത്തിന് മലയാളമില്ല, കോമൺലി ഒറ്റ വാക്ക് ട്രാൻസ് ഹിമാലയൻ. അങ്ങനെ എന്നാ പറയുന്നത്? ഇപ്പോ എന്റെ പേര് അമൽ, അമലിന്റെ മലയാളം ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് ട്രാൻസ് ഹിമാലയൻ അങ്ങനെ പറയുന്നത് കേട്ടോ. സർ നോട്ട് ക്ലിയർ. എന്താണ് ക്ലിയർ അല്ലാത്തത്? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? എടാ, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിനകത്ത് ഇല്ല ഇതെങ്ങനെയാണ് രൂപം കൊണ്ടത്, വൻകര വിസ്താമര സിദ്ധാന്തം, അതൊന്നും നിങ്ങളുടെ സിലബസിനകത്ത് ഇല്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എന്താണ് സംഭവം എന്ന്. ഒരിക്കൽ കൂടെ പറയാം, വേറെ ഒന്നുമല്ല. സപ്പോസ് സങ്കല്പിക്കുക, ഏഷ്യയിലാകെ 48 രാജ്യമുണ്ട്. ഏഷ്യയിലാകെ 48 രാജ്യങ്ങളുണ്ട്. ഇതിൽ 41 രാജ്യങ്ങളുടെ കാലാവസ്ഥ ഒന്നായിരിക്കും, 7 രാജ്യങ്ങളുടെ കാലാവസ്ഥ മറ്റൊന്നായിരിക്കും. ഈ 7 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണെങ്കിലും ഇവരുടെ ഈ 7 രാജ്യങ്ങളുടെ കാലാവസ്ഥയ്ക്ക് ഏഷ്യയുമായിട്ട് എന്തില്ല, ബന്ധമില്ല. ഓക്കെ, ഇവ മറ്റൊരു കാലാവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 7 രാജ്യങ്ങളെ ചേർത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 7 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണെങ്കിലും ഈ 7 രാജ്യങ്ങളുടെ കാലാവസ്ഥയ്ക്ക് ഏഷ്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ആ 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്. നിങ്ങൾ ഇപ്പൊ ഇത്രയും മാത്രം ഓർത്താൽ മതി. ബാക്കിയൊന്നും ഘനഗംഭീരമായ സാധനം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ 7 രാജ്യങ്ങളുണ്ട്. ആ 7 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് ശ്രീലങ്ക. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആ വൻകര വിസ്താമര സിദ്ധാന്തോളം നിങ്ങൾക്ക് അത് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്പീഡിന് പറഞ്ഞു പോയത്. ഇംഗ്ലീഷ് വേർഡ് ഓഫ് ഉപദ്വീപീയ ഇന്ത്യ, ഇന്ത്യൻ പെനിൻസുല, ഇന്ത്യൻ പെനിൻസുല, ഇന്ത്യൻ പെനിൻസുല. ഓക്കെ, ഇന്ത്യൻ പെനിൻസുല. ഈ പിക്ചറൊക്കെ അതിനകത്ത് കാണും കേട്ടോ, പിക്ചറൊക്കെ അതിനകത്ത് കാണും. ശരി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒന്നും കൂടെ പറയാമോ? എടാ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം കുഴപ്പമില്ല, ഞാൻ പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങൾ, ഇന്ന് 7 ഭൂഖണ്ഡങ്ങളുണ്ട്. പണ്ട് ഇതൊന്നുമില്ലായിരുന്നു. പണ്ട് നമ്മുടെ ഭൂമിയിലാകെ ഒരൊറ്റ കോണ്ടിനെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് നമ്മുടെ ഭൂമിയിലാകെ ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂഖണ്ഡമാണ് ഏത്? പാൻജിയ. ഓക്കെ, പാൻജിയ, പാൻജിയ. പണ്ട് ഭൂമിയിലാകെ ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാൻജിയ. ഈ പാൻജിയെ ചുറ്റി ഉണ്ടായിരുന്ന വലിയ സമുദ്രമാണ് പന്തലാസ. പാൻജിയെ ചുറ്റി ഉണ്ടായിരുന്ന വലിയ സമുദ്രമാണ് പന്തലാസ. തുടർന്ന് തെദിസ് എന്ന സമുദ്രം പാൻജിയെ രണ്ടായി മുറിച്ചു. തെദിസ് എന്ന സമുദ്രം പാൻജിയെ രണ്ടായി മുറിച്ചു. മുകൾ ഭാഗം അറിയപ്പെടുന്ന പേര് ലൗറേഷ്യ, താഴ്ഭാഗം അറിയപ്പെടുന്ന പേര് ഗോണ്ട്വാന ലാൻഡ്. താഴ്ഭാഗം അറിയപ്പെടുന്ന പേര് ഗോണ്ട്വാന ലാൻഡ്. ഓക്കെ, ഗോണ്ട്വാന ലാൻഡ്. ഈ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മുകളിലേക്ക് നീങ്ങി പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ലൗറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടി. ഇന്ന് ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ലൗറേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു ഇന്ത്യക്കാരൻ, ഞാനൊരു 10 വർഷം അമേരിക്കയിൽ പോയി നിന്നു. ഈ 10 വർഷം അമേരിക്കയിൽ പോയി നിന്നാലും എന്റെ ബേസിക് സ്വഭാവം എപ്പോഴും എന്തായിരിക്കും? ഒരു ഇന്ത്യക്കാരൻ്റെതായിരിക്കും. അതുപോലെയാണ് ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് പണ്ട് ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. അത് ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു? ലൗറേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു, ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കൂട്ടുമുട്ടാൻ പോയ ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇന്ന് ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവന്റെ കാലാവസ്ഥ ഒരിക്കലും ഏഷ്യയുമായിട്ട് എന്ത് കാണിക്കത്തില്ല? മാച്ച് കാണിക്കത്തില്ല. അവൻ പണ്ട് ആരുടെ ഭാഗമായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഗോണ്ട്വാന ലാൻഡുമായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സിമിലാരിറ്റി കാണിക്കത്തുള്ളൂ. ആ കൂട്ടിമുട്ടാൻ പോയ ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ വരുന്ന 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നു. കിട്ടിയായിരുന്നോ? ക്ലിയർ ആണ്? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണ്.
അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തന്നെ ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തന്നെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് ആരാണ്? അത് ഹിമാലയമാണ്. സോ ഒരിക്കൽ കൂടെ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ദെൻ ഗംഗാ സമതലത്തിനും ടിബറ്റൻ പീഠഭൂമിക്കും ഇടയിലായാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തന്നെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ആരാണ്? അത് ഹിമാലയമാണ്. നെക്സ്റ്റ് വൺ, ഈ ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 2400 കിലോമീറ്റർ. ഒറ്റമിട്ട് അതൊന്ന് റബ്ബ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഒരു വൃത്തി കാണത്തില്ല ഹിമാലയത്തിന്. ഓക്കെ, അപ്പൊ ഈ ഹിമാലയത്തിന്റെ നീളം വരുന്നത് 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ, അല്ലെങ്കിൽ മൈലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1500 മൈലാണ്. 1500 മൈലാണ് ഹിമാലയത്തിന്റെ നീളം വരുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ. വീതിയാണെങ്കിൽ ഇവിടെ 150 കിലോമീറ്റർ ആണ്, ഇവിടെ 150 കിലോമീറ്റർ, ഇവിടെ 400 കിലോമീറ്റർ ആണ് വീതി. 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഹിമാലയത്തിന്റെ വീതി വരുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ, ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ, വീതി 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ. വീതി 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുംതോറും, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരുംതോറും, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുംതോറും ഹിമാലയത്തിന്റെ വിസ്തീർണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ശരിയല്ലേ? ഇവിടെ 400 കിലോമീറ്റർ ഉണ്ട്, ഇവിടെ 150 ഉള്ളൂ. സോ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരുംതോറും ഹിമാലയത്തിന്റെ വിസ്തീർണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. വിസ്തീർണം മാത്രമല്ല ഉയരവും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വിസ്തീർണം മാത്രമല്ല ഉയരവും എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഹിമാലയസിന്റെ ടോട്ടൽ ലെങ്ത് 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ ടോട്ടൽ ലെങ്ത് 2400 കിലോമീറ്റർ. വീതി 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരുംതോറും ഹിമാലയത്തിന്റെ വിസ്തീർണവും ഉയരവും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരുംതോറും ഹിമാലയത്തിന്റെ വിസ്തീർണവും ഉയരവും കുറയുന്നു. ഇനി നമുക്ക് നോക്കാം, എത്ര രാജ്യങ്ങളിലൂടെയാണ് ഹിമാലയം കടന്നു പോകുന്നത്? ചിത്ര നമ്മളെ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. യൂറേഷ്യൻ പ്ലേറ്റും ലൗറേഷ്യൻ പ്ലേറ്റും രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ലൗറേഷ്യൻ പ്ലേറ്റിനകത്ത് ഏതും കൂടെ വരും? നോർത്ത് അമേരിക്കയും കൂടെ വരും. ലൗറേഷ്യൻ പ്ലേറ്റിനകത്ത് നോർത്ത് അമേരിക്കയും കൂടെ വരും. യൂറേഷ്യൻ പ്ലേറ്റിനകത്ത് യൂറോപ്പും ഏഷ്യയും മാത്രമേ വരത്തുള്ളൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയത്തിന്റെ നീളം 2400 കിലോമീറ്റർ, വീതി 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരുംതോറും ഹിമാലയസിന്റെ ഉയരവും വിസ്തീർണവും കുറയുന്നു. നെക്സ്റ്റ്, എത്ര രാജ്യങ്ങളിലൂടെയാണ് ഹിമാലയം കടന്നു പോകുന്നത്? നമുക്ക് നോക്കാം, ഹിമാലയം എത്ര രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒന്നാമത്തേത് ഇന്ത്യ ആണ്. ഇന്ത്യ. രണ്ടാമത്തേത് പാകിസ്ഥാൻ. മൂന്നാമത്തേത് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. നാലാമത്തേത് ചൈന. ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന. അഞ്ചാമത്തേത് നേപ്പാൾ. ആറാമത്തേത് ഭൂട്ടാൻ. സോ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 6 രാജ്യങ്ങളിലൂടെയാണ് ഹിമാലയം കടന്നു പോകുന്നത്. ഒരിക്കലും മറക്കരുത്, ഹിമാലയം മ്യാൻമറിലൂടെ കടന്നു പോകുന്നില്ല. മ്യാൻമറിലുള്ളത് ഈ ഈസ്റ്റേൺ ഹിൽസ് ആണ്. മ്യാൻമറിലൂടെ കടന്നു പോകുന്നത്. ഈ ഈസ്റ്റേൺ ഹിൽസ് ഇങ്ങനെ താഴോട്ട് നീണ്ടു കിടക്കുന്നത് എങ്ങോട്ടാണ്? മ്യാൻമറിലേക്കാണ്. ഈസ്റ്റേൺ ഹിൽസിനെ മ്യാൻമറിൽ അറിയപ്പെടുന്ന പേരാണ് അരക്കൻ യോമ. ഈസ്റ്റേൺ ഹിൽസിനെ മ്യാൻമറിൽ അറിയപ്പെടുന്ന പേരാണ് അരക്കൻ യോമ. നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം, ഹിമാലയം എവിടെ കൂടെ കടന്നു പോകുന്നില്ല? മ്യാൻമറിലൂടെ കടന്നു പോകുന്നില്ല. മ്യാൻമറിലൂടെ കടന്നു പോകുന്നത് ആരാണ്? ഈസ്റ്റേൺ ഹിൽസ് ആണ്. ആ ഈസ്റ്റേൺ ഹിൽസിനെ
മ്യാൻമറിൽ അറിയപ്പെടുന്ന പേരാണ് അരക്കൻ യോമ. അരക്കൻ യോമ, അരക്കൻ യോമ. അരക്കൻ യോമ താഴോട്ട് നീണ്ടു കിടക്കുന്ന, ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമായ അരക്കൻ യോമ താഴോട്ട് നീണ്ടു കിടക്കുന്ന ആ ഭാഗമാണ് ആൻഡമാൻ നിക്കോബാർ. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെല്ലാം തന്നെ എന്തിന്റെ ഭാഗമാണ്? ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. ഒന്നാലോചിച്ച് നോക്കുക, ആ പർവ്വതനിര ഇങ്ങനെ താഴോട്ട് നീണ്ടു കിടക്കുന്ന, ആ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗമാണ് ഇത് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ എല്ലാം തന്നെ എന്തിന്റെ ഭാഗമാണ്? ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോ വറി ചെയ്യണ്ട. ഇപ്പോ എന്റെ പോയിന്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 6 രാജ്യങ്ങൾ. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 6 രാജ്യങ്ങൾ. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങൾ. തെറ്റാണത്. യഥാർത്ഥത്തിൽ 11 സംസ്ഥാനങ്ങൾ ഇല്ല, 7 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നീതി ആയോഗിന്റെയും മറ്റ് ഗവൺമെന്റ് ഒഫീഷ്യലിന്റെയും സൈറ്റിനകത്ത് കിടക്കുന്നത്, സ്കൂൾ ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത് ഇങ്ങനെയാണ്: 11 സംസ്ഥാനങ്ങൾ എന്നാണ് കിടക്കുന്നത്. സോ എണ്ണിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം 11 എണ്ണം ഇല്ല. സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഇങ്ങനത്തെ പോയിന്റാ കിടക്കുന്നത്: ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 6 രാജ്യങ്ങൾ. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങൾ ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഹിമാലയം കടന്നു പോകുന്നത്. ഒരിക്കൽ കൂടെ: ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 6 രാജ്യങ്ങൾ. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങൾ, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഹിമാലയം കടന്നു പോകുന്നത്. ഓക്കെ, പോകത്തില്ല. നെക്സ്റ്റ് വൺ, ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത്, ക്യൂൺ ഓഫ് ഹിമാലയാസ് എന്നറിയപ്പെടുന്നത്, ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത്, ക്യൂൺ ഓഫ് ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ്. ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്. ഈ ഡാർജിലിംഗ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. അത് കഴിഞ്ഞ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്, ക്യൂൺ ഓഫ് ഹിൽ സ്റ്റേഷൻസ്, അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി. ഈ മുസൂറി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി, ഉത്തരാഖണ്ഡ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി, ഉത്തരാഖണ്ഡ്. സോ ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറിയാണ്. ദെൻ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്, പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി അല്ലെങ്കിൽ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊടൈക്കനാലാണ്. ഓക്കെ, കൊടൈക്കനാലാണ്. നോട്ട് ചെയ്യേണ്ട, ഞാൻ നോട്ട് തരാം, എല്ലാം നോട്ട് തരാം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, ഞാൻ നോട്ട് തരാം, പെർഫെക്റ്റ് നോട്ട് തരാം. ഈ പറയുന്ന എല്ലാ പോയിന്റ്സും വരുന്ന നോട്ട് തരാം. ഓക്കെ, അപ്പോ ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. ദെൻ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. ദെൻ ഡെക്കാണിന്റെ റാണി എന്നറിയപ്പെടുന്നത്, ക്യൂൺ ഓഫ് ഡെക്കാൻ, ഡെക്കാണിന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. ഡെക്കാണിന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെ. പൂനെ എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഡെക്കാണിന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെ, മഹാരാഷ്ട്ര. ദെൻ ക്യൂൺ ഓഫ് സാത്പുര എന്നറിയപ്പെടുന്നത്, സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹിയാണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി. ഈ പച്മർഹി എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. സാത്പുരയുടെ റാണി വിന്ധ്യ, സാത്പുര. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ പർവ്വതങ്ങളെല്ലാം പഠിക്കാം. സോ സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി, ഈ പച്മർഹി എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി, മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഈ പച്മർഹി ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്, ഒരു വന്യജീവി സങ്കേതമാണ്. സോ പച്മർഹി ഏത് ഫോർമാറ്റിൽ എങ്ങനെ വന്നാലും പച്മർഹി എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. ഓക്കെ, മധ്യപ്രദേശിലാണ്. സോ ഒരിക്കൽ കൂടെ: ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്,
സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ, ഡെക്കാണിന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെ, സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി, സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി. ക്യൂൺ ഓഫ് നീൽഗിരീസ് എന്നറിയപ്പെടുന്നത്, നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത്, ക്യൂൺ ഓഫ് നീൽഗിരീസ് എന്നറിയപ്പെടുന്നത്, നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടി, നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ, ഹിമാലയത്തിന്റെ റാണി ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ, ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മുസൂറി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ, ഡെക്കാണിന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെ, ഡെക്കാണിന്റെ റാണി പൂനെ, സാത്പുര പർവ്വതനിരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി, സാത്പുര പർവ്വതനിരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി മധ്യപ്രദേശ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. ഓക്കെ, അപ്പോ ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ. നെക്സ്റ്റ് വൺ, അടുത്ത ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഗേറ്റ് വേ ടു ഹിമാലയ, ഗേറ്റ് വേ ടു ഹിമാലയ, അല്ലെങ്കിൽ ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത്, ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ് ആണ്. ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ് ആണ്. ഈ ഋഷികേശ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. സോ ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ്. ഈ ഋഷികേശ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത്, ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത്, ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത്, ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ്. ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്താണ് ഫുഡ് ഹിൽസ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയുകയാണ് എന്റെ ഫുഡ് ഹിൽസ് എന്ന് പറയുന്നു, എന്റെ ഫുഡ് ഹിൽസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ ഏറ്റവും താഴെയുള്ള കാൽപാദത്തുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ഹിൽസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും താഴെ നിൽക്കുന്നത് ആരാണ്? ശിവാലിക്കാണ്. സോ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക്. ഈ ശിവാലിക് ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ, ശിവാലിക് ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ ഓപ്ഷനകത്ത് എന്ത് കാണും? ഭാബർ കാണും. ശിവാലിക് ഓപ്ഷനകത്ത് ഇല്ലെങ്കിലും ഓപ്ഷനകത്ത് ഭാബർ കാണും. ഓക്കെ, ഭാബർ, ഭാബർ, ഭാബർ കാണും. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ഭാബർ? മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനല്ലേ? ഒന്നുമല്ല. ജോഗ്രഫിയിലെ ഭാബർ ഇതാണ്. നമുക്കറിയാം ഒരുപാട് നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. ഒത്തിരി നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. ഒരുപാട് നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. സോ ഒരുപാട് നിക്ഷേപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട്, ഒരുപാട് അവസാദങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ടാണ് ഈ നദികൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. ഓക്കെ, ഈ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളെ ഒന്നും തന്നെ ഹിമാലയത്തിൽ നിക്ഷേപിക്കാൻ പറ്റത്തില്ല. കാരണം ഹിമാലയം ഒരു പർവ്വത പ്രദേശമാണ്. എല്ലാം ഷൂ എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഹിമാലയം ഒരു പർവ്വത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളെ ഒന്നും തന്നെ ഹിമാലയത്തിൽ നിക്ഷേപിക്കാൻ പറ്റത്തില്ല. പക്ഷേ നദികൾ ശിവാലിക്കിന് താഴെ എത്തുന്നതോടുകൂടി നദികൾ എങ്ങോട്ട് പ്രവേശിക്കുന്നു? സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു, പ്ലെയിൻസിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ, നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ ഭാരമേറിയ വസ്തുക്കളെ, നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ ഭാരമേറിയ വസ്തുക്കളെ ശിവാലിക്കിന് താഴെയായിട്ട് ഇങ്ങനെ അങ്ങ് നിക്ഷേപിക്കും. അങ്ങനെ നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ ഭാരമേറിയ വസ്തുക്കളെ ശിവാലിക്കിന് താഴെയായിട്ട് ഇങ്ങനെ അങ്ങ് നിക്ഷേപിക്കും. നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ ഭാരമേറിയ വസ്തുക്കളെ ശിവാലിക്കിന് താഴെയായിട്ട് ഇങ്ങനെ അങ്ങ് നിക്ഷേപിക്കും. ഈ നിക്ഷേപിക്കുന്ന ഈ റീജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നു. ഓക്കെ, ഭാബർ അല്ലെങ്കിൽ ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ പ്രദേശം, ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നു. ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നു. ഓക്കെ, ഭാബർ എന്ന് പറയുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നദികളെല്ലാം തന്നെ ഈ ഭാബർ റീജിയനിലെത്തുമ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് അപ്രത്യക്ഷമാവും. ആ ഒരു പോയിന്റ് ഒക്കെ പഠിക്കും. ഗംഗ, യമുന തുടങ്ങിയ എല്ലാ നദികളും ഈ ഭാബർ റീജിയനിലെത്തുമ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് അപ്രത്യക്ഷമാവും. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള പോയിന്റേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക് അല്ലെങ്കിൽ ഭാബർ ആണ്. ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക് അല്ലെങ്കിൽ ഭാബർ. ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക് അല്ലെങ്കിൽ ഭാബർ. സോ ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നു. ഭാബർ എന്ന് പറയുന്നു. ഓക്കെ ആണ്, പോകത്തില്ല. സോ
ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്. ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ് ആണ്. ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ്, ഉത്തരാഖണ്ഡ്. ദെൻ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക് അല്ലെങ്കിൽ ഭാബർ. ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ പ്രദേശം, ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നു. ഭാബർ എന്ന് പറയുന്നു. ഉറപ്പാണ്, പോകത്തില്ല. നെക്സ്റ്റ് വൺ, ഈ കാണുന്ന ഈ പീഠഭൂമി നോക്കിയേ നിങ്ങൾ. ഈ കാണുന്ന ഈ പീഠഭൂമിയാണ് പാമീർ. ഈ കാണുന്ന ഈ പീഠഭൂമി പാമീർ ആണ്. ഈ കാണുന്ന ഈ പ്ലാറ്റ്യൂ ആണ് പാമീർ. ഈ കാണുന്നത് പാമീർ ആണ്. സോ ഈ പാമീറിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ ആണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പ്ലാറ്റ്യൂ ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ ആണ്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ ആണ്. മാത്രമല്ല, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി, ലോകത്തിന്റെ മേൽക്കൂര അല്ലെങ്കിൽ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന പ്ലാറ്റ്യൂം ഇത് തന്നെയാണ്, പാമീർ ആണ്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ. ഈ പാമീർ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? പാമീർ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? പാമീർ ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി. ആ ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗമാണ് പാമീർ. ഇപ്പോ ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ. പാമീർ ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗമാണ്. പാമീർ ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗമാണ്. പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാൻ ആണ്. പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് താജിക്കിസ്ഥാൻ ആണ്. പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാൻ. പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാൻ. പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാൻ ആണ്. ഓക്കെ, താജിക്കിസ്ഥാൻ ആണ്. ക്ലിയർ? സോ ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ. പാമീർ ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗമാണ്. പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാൻ. സോ മാറിപ്പോകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമിയും ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീറുമാണ്. ലോകത്തെ ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമി, ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീറാണ്. ഓക്കെ, ഇനി ഈ പാമീറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. പാമീറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. പാമീറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. ഓക്കെ, ഹിന്ദുക്കുഷ്. ഈ ഹിന്ദുക്കുഷ് കടന്നു പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് പാകിസ്ഥാൻ, രണ്ടാമത്തേത് അഫ്ഗാനിസ്ഥാൻ. ഹിന്ദുക്കുഷ് കടന്നു പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് പാകിസ്ഥാൻ, രണ്ടാമത്തേത് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലൂടെയുമാണ് ഹിന്ദുക്കുഷ് കടന്നു പോകുന്നത്. അഫ്ഗാനിസ്ഥാനിലൂടെയുമാണ് ഹിന്ദുക്കുഷ് കടന്നു പോകുന്നത്. ഓക്കെ, ഇതിലെ ഹിന്ദുക്കുഷിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നമ്മൾ നേരത്തെ പഠിച്ച ആ 7 രാജ്യങ്ങളുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? വിച്ച് ഇസ് ദ വെസ്റ്റ് മോസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന അതിർത്തി ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാണ്? അത് ഹിന്ദുക്കുഷ് ആണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിന്ദുക്കുഷ്. ഹിന്ദുക്കുഷ് കടന്നു പോകുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഹിന്ദുക്കുഷിനെ പുരാണങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് പരിയാത്ര പർവ്വത്. ഹിന്ദുക്കുഷിനെ പുരാണങ്ങളിൽ അറിയപ്പെടുന്ന പേര് പരിയാത്ര പർവ്വത്. ഹിന്ദുക്കുഷിനെ പുരാണങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് പരിയാത്ര പർവ്വത്. ഹിന്ദുക്കുഷിനെ പുരാണങ്ങളിൽ അറിയപ്പെടുന്ന പേര് പരിയാത്ര പർവ്വത്. ഓക്കെ, ഈ ഹിന്ദുക്കുഷിന്റെ സദേൺ മോസ്റ്റ് റേഞ്ച് ആണ് സുലൈമാൻ റേഞ്ച്. ഈ സുലൈമാൻ റേഞ്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുക്കുഷിന്റെ സദേൺ മോസ്റ്റ് റേഞ്ച് ആണ് സുലൈമാൻ റേഞ്ച്. ആ സുലൈമാൻ റേഞ്ച് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഈ ഹിന്ദുക്കുഷിൽ സ്ഥിതി ചെയ്യുന്ന
രണ്ട് പ്രധാന ചുരങ്ങൾ, ഹിന്ദുക്കുഷിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന ചുരങ്ങളാണ്. ഒന്ന് ഖൈബർ. ഹിന്ദുക്കുഷിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന ചുരങ്ങളാണ്. ഒന്ന് ഖൈബർ, രണ്ടാമത്തേത് ബോലൻ. ഹിന്ദുക്കുഷിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന ചുരങ്ങളാണ് ഖൈബർ, ബോലൻ. ഈ ഖൈബർ ബോലൻ ചുരങ്ങൾ ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഈ ഖൈബർ ബോലൻ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ, പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരങ്ങളാണ്. ഒന്ന് ഖൈബറും രണ്ടാമത്തേത് ബോലനും. അഫ്ഗാനിസ്ഥാനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരങ്ങളാണ് ഖൈബർ ബോലൻ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കേൾക്കാം. PSC ആൻസർ ആണ്, കറക്റ്റ് അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ഏതാണ്? അറിയപ്പെട്ടിരുന്ന ചുരം ഏതാണ്? The pass which is mentioned as gateway to Indian subcontinent. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ആരാണ്? അത് ബോലനാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ബോലനാണ്. എന്നാൽ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അത് ഖൈബറാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഖൈബർ. ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ് ഖൈബർ ചുരം. പണ്ട് ഇന്ത്യയിലേക്ക് വന്ന എല്ലാ ആക്രമണകാരികളും അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ബാബർ, തിമൂർ, മുഹമ്മദ് ഗസ്നി തുടങ്ങിയ എല്ലാവരും ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഏത് ചുരത്തിലൂടെയാണ്? ആ കാണുന്ന ഖൈബർ ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ബാബർ, തിമൂർ, മുഹമ്മദ് ഗോറി തുടങ്ങിയ എല്ലാവരും ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഏത് ചുരത്തിലൂടെയാണ്? ഖൈബർ ചുരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഖൈബറും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ആരാണ്? അത് ബോലനാണ്. ഓക്കെ, ബോലൻ. ക്ലിയർ ആണ്, പോകത്തില്ല. സോ എന്റെ പോയിന്റ് ഇതാണ്. ഇന്ത്യ ജോഗ്രഫി തേർഡ് ക്ലാസ് ആണ്. ഓക്കെ, എടാ ബോറടിക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഫുഡ് ഹിൽസിന് മലയാളം ഇല്ലടാ. ഫുഡ് ഹിൽസ് അങ്ങനെ എന്നാ പറയുന്നത്? മലയാളം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞേ പോകത്തുള്ളൂ. ക്ലാസ് തുടങ്ങിയപ്പോൾ 125 പേരായിരുന്നു സ്ട്രെങ്ത്. ഇപ്പൊ കുറഞ്ഞ് 117 ആയിട്ട് മാറി. ഓക്കെയാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മള് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിലൊരു ധാരണയുണ്ട്, നമുക്ക് റെക്കോർഡ് ക്ലാസ് അവിടെയുണ്ട്. അങ്ങനെ പാടില്ല. നമ്മളൊരു ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. സോ ലൈവ് ക്ലാസ് കമ്പൽസറി ആണ്, അത് അറ്റൻഡ് ചെയ്ത് എന്ത് നിങ്ങൾ പോവാവും കേട്ടോ. ബാബർ കഴിഞ്ഞ് ആരാ വന്നത്? ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ആ ഹിന്ദു ക്വസ്റ്റിന്റെ പോയിന്റ്സ് ഒരിക്കൽ കൂടെ പറയാം. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, ഹിന്ദുക്കുഷാണ്. ഓക്കെ, ദെൻ ഹിന്ദുക്കുഷ് കടന്നു പോകുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഹിന്ദുക്കുഷിനെ പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് പരിയാത്ര പർവ്വത്. നെക്സ്റ്റ് വൺ, ഹിന്ദുക്കുഷിന്റെ സദേൺ മോസ്റ്റ് റേഞ്ച് ആണ് സുലൈമാൻ റേഞ്ച്. ഈ സുലൈമാൻ റേഞ്ച് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ഹിന്ദുക്കുഷിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന ചുരങ്ങളാണ് ഖൈബർ, ബോലൻ. ഈ ഖൈബർ ബോലൻ ചുരങ്ങൾ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടമെന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ബോലനും, ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഖൈബറുമാണ്. കാരണം പണ്ട് ഇന്ത്യയിലേക്ക് വന്ന എല്ലാ ആക്രമണകാരികളും ഇങ്ങോട്ട് വന്നത് ഏത് പാസിലൂടെയാണ്? ഖൈബർ പാസിലൂടെയാണ്. ആര് ഇന്ത്യയിലേക്ക് വന്നതും, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത് ഖൈബർ ചുരത്തിലൂടെ എഴുതി വെക്കരുത്. കടലിലൂടെ അല്ല, അല്ലാതെ കരയിലൂടെ ഇന്ത്യയിലേക്ക് വന്ന എല്ലാവരും ഏത് പാസിലൂടെയാണ്? ഖൈബർ പാസിലൂടെയാണ്. അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ,
ബാബർ, തിമൂർ, അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ബാബർ, തിമൂർ, അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ബാബർ, തിമൂർ, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി, അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ബാബർ, തിമൂർ, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി തുടങ്ങിയ എല്ലാവരും ഇന്ത്യയിലേക്ക് വന്നത് ഏത് ചുരത്തിലൂടെയാണ്? ഖൈബർ ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഖൈബർ ആണ്. നെക്സ്റ്റ് വൺ, ഈ ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് തൃശ്മീർ. ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് തൃശ്മീർ. ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്, ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് തൃശ്മീർ. തൃശ്മീർ, ഓക്കെ. തൃശ്മീർ. ഒരു മീറ് അങ്ങോട്ട് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു മീറ് അങ്ങോട്ട് നടക്കുകയാണ്, എന്നിട്ടത് തിരിച്ചു നടക്കുന്നു. തിരിച്ച് മീർ നടക്കുന്നു. തിരിച്ച് മീർ. പ്രൊനൗൺസ് ചെയ്യുന്നത് തൃശ്മീർ, which is the highest peak in Hindu Kush, തൃശ്മീർ. And തൃശ്മീർ is located in പാകിസ്ഥാൻ. തൃശ്മീർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തൃശ്മീർ ആണ്. ഈ തൃശ്മീർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തൃശ്മീർ. ആ തൃശ്മീർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനില് സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തൃശ്മീർ. തൃശ്മീർ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഓക്കെ, പാകിസ്ഥാനിലാണ്. നെക്സ്റ്റ് വൺ, ഹിമാലയത്തെ സംരക്ഷിക്കാനായി സെൻട്രൽ ഗവൺമെന്റും UN ഡെവലപ്മെന്റൽ പ്രോഗ്രാം ചേർന്ന് ആരംഭിച്ച പദ്ധതി. ഹിമാലയത്തെ സംരക്ഷിക്കാനായി സെൻട്രൽ ഗവൺമെന്റും UN ഡെവലപ്മെന്റൽ പ്രോഗ്രാം ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സെക്യൂർ ഹിമാലയ. ഹിമാലയത്തെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാരും UN ഡെവലപ്മെന്റൽ പ്രോഗ്രാം ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സെക്യൂർ ഹിമാലയ. ഹിമാലയത്തെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാരും UN ഡെവലപ്മെന്റൽ പ്രോഗ്രാം ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സെക്യൂർ ഹിമാലയ. ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഒന്ന് ഹിമാദ്രി. ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തേത് ഹിമാചൽ, മൂന്നാമത്തേത് ശിവാലിക്. അതിൽ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റർ ഹിമാലയ. ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റർ ഹിമാലയ. ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റർ ഹിമാലയ. കാരണം ഏറ്റവും വലിയ റേഞ്ച് ആരാണ്? ഹിമാദ്രിയാണ്. അതുകൊണ്ട് തന്നെ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റർ ഹിമാലയ. ഹിമാദ്രിയുടെ താഴെയാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. സോ ഹിമാചൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലെസ്സർ ഹിമാലയ. ഹിമാചൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലെസ്സർ ഹിമാലയ. ഹിമാദ്രിയുടെ താഴെയാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. സോ ഹിമാചൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലെസ്സർ ഹിമാലയ. ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏറ്റവും പുറത്താണ് ശിവാലിക് സ്ഥിതി ചെയ്യുന്നത്. സോ ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയ. ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയ. സോ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റർ ഹിമാലയ. ഹിമാചൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലെസ്സർ ഹിമാലയ. ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയ. ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയ. ഓക്കെ, ഔട്ടർ ഹിമാലയ ക്ലിയർ ആണ്, പോകത്തില്ല. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ച് ഏതാണ്? ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ച് ഏതാണ്? ഏതായിരിക്കും? ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ച് ഏതാണ്? ഏതായിരിക്കും? ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ച് ഏതാണ്? ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ച് ഏതാണ്? കറക്റ്റ് ആൻസർ. സൂപ്പർ. ഓക്കെ, അപ്പോ ഈ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാരും UN ഡെവലപ്മെന്റൽ പ്രോഗ്രാം ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സെക്യൂർ ഹിമാലയ. ഓക്കെ, സെക്യൂർ ഹിമാലയ. നെക്സ്റ്റ് വൺ, അപ്പൊ എന്തുകൊണ്ടാണ് ഹിമാദ്രിയെ ഇന്നർ ഹിമാലയ എന്ന് വിശേഷിപ്പിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ റീസൺ ഇതാണ്. അപ്പൊ നമുക്കറിയാം ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിനകത്ത് കർവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നർ ഔട്ടർ എന്നീ വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കർവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നർ ഔട്ടർ എന്നീ വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഈ കാണുന്നത് ഇന്നർ കർവാണ്. ഇതാണ് ഫസ്റ്റ് ഇന്നർ കർവ്. ഇതാണ് ഔട്ടർ കർവ്. ശരിയല്ലേ? ഇത് ഫസ്റ്റ് ഇന്നർ കർവാണ്, ഇത് ഔട്ടർ കർവാണ്. ഇത് ആരുടെ കർവാണ്? ഹിമാദ്രിയുടെ കർവാണ്. ഇന്നർ കർവ് ആരുടെ കർവാണ്? ഹിമാദ്രിയുടെ കർവാണ്. അതുകൊണ്ട് തന്നെ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്നർ ഹിമാലയ. ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്നർ ഹിമാലയ. ഏറ്റവും പുറത്തുള്ള കർവ് ശിവാലിക്കിന്റെയാണ്.
സോ ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയ. ശിവാലിക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയ. ഓക്കെ, ഔട്ടർ ഹിമാലയ. സോ എന്റെ പോയിന്റ് ഇതാണ്, ഹിമാദ്രിയുടെ മറ്റു രണ്ട് പേരുകളാണ്, ഒന്ന് ഗ്രേറ്റർ ഹിമാലയ, രണ്ടാമത്തേത് ഇന്നർ ഹിമാലയ. ഹിമാചലിന്റെ മറ്റൊരു പേരാണ് ലെസർ ഹിമാലയ. ശിവാലിക്കിന്റെ മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയ. ശിവാലിക്കിന്റെ മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയ. ഓക്കെ, ഔട്ടർ ഹിമാലയ. ഇതുവരെ ഓക്കെ അല്ലേ? ഈ പറഞ്ഞതുവരെ ഓക്കെ ആണോ? കാരണം റബ്ബ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഡൗട്ട് ചോദിച്ചാൽ ഞാൻ ഇത് മൊത്തം വരയ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ്. ഓക്കെയാണ്. ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും കിട്ടി. ശരി, ഓക്കെ. അപ്പോ നെക്സ്റ്റ് വൺ, അടുത്ത് നമുക്കിനി ഓരോ റേഞ്ച് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാദ്രിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാദ്രിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാദ്രിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാദ്രിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയാസിന് 3 റേഞ്ചുകളുണ്ട്. ഒന്നാമത്തേത് ഹിമാദ്രി, രണ്ടാമത്തേത് ഹിമാചൽ, മൂന്നാമത്തേത് ശിവാലിക്. ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തേത് ഹിമാചൽ, മൂന്നാമത്തേത് ശിവാലിക് ആണ്. മൂന്നാമത്തേത് ശിവാലിക്. സോ ഏറ്റവും നോർത്ത് മോസ്റ്റ് ആയി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച്, ഏറ്റവും നോർത്ത് മോസ്റ്റ് ആയി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. അല്ലെങ്കിൽ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച്, ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ആരാണ്? അത് ഹിമാദ്രിയാണ്. സോ ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി. ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ റേഞ്ച്, ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. ഈ ഹിമാദ്രിയുടെ ശരാശരി ഉയരം, ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്ര മീറ്റർ ആണ്? 6000 മീറ്റർ. ഓക്കെ, 6000 മീറ്റർ. സോ എന്റെ പോയിന്റ് ഇതാണ്, ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി, ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി, ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി, ശരാശരി ഉയരം 6000 മീറ്റർ, ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന, ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന ഹിമാലയൻ റേഞ്ച് അതുമാതിരി തന്നെയാണ്, ഹിമാദ്രിയാണ്. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. മാത്രമല്ല ഏറ്റവും വലിയ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന, ഹിമാലയത്തിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന, ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന റേഞ്ചുമാരാണ്, ഇത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രി ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് ഹിമാലയ. ഓക്കെ, അപ്പോ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി, ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി, ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന ഹിമാലയൻ നിര ഹിമാദ്രി. നെക്സ്റ്റ് വൺ, ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന ഹിമാലയൻ നിര ഹിമാദ്രി. അടുത്ത പോയിന്റ്, ഹിമാലയത്തിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. നെക്സ്റ്റ് വൺ, ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന, ഏറ്റവും അധികം പീക്കുകൾ സ്ഥിതി ചെയ്യുന്ന, ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് അതും ഇത് തന്നെയാണ്, ഹിമാദ്രിയാണ്. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. ഓക്കെ, എടാ നിങ്ങൾ ടെലിഗ്രാം ലിങ്ക് ആരെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേടാ. നമ്മുടെ ഗ്രൂപ്പിന്റെ ടെലിഗ്രാം ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേ. നേരത്തെ 400 അല്ലേ? എന്താണ് 400? ഇല്ലടാ, 6000 മീറ്റർ തന്നെ കേട്ടോ, 6000 മീറ്റർ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ, ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ റേഞ്ച് ഹിമാദ്രിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, എന്താണ് പീക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കൊടുമുടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പീക്ക് അല്ലെങ്കിൽ കൊടുമുടി എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളെ, ഒരു പർവ്വതത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീക്ക് അല്ലെങ്കിൽ കൊടുമുടി എന്ന് പറയുന്നു. സോ ഏറ്റവും അധികം പീക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. കറക്റ്റ് പീക്കിന്റെ ഡെഫിനേഷൻ ഇതാണ്, മുകൾ ഭാഗം കൂർത്തു പോകുന്ന ഇങ്ങനെയുള്ള പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീക്ക് എന്ന് പറയുന്നത്. മുകൾ ഭാഗം കൂർത്തു പോകുന്ന ഇങ്ങനെയുള്ള പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീക്ക് അല്ലെങ്കിൽ കൊടുമുടി എന്ന് പറയുന്നു. അപ്പൊ ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര, ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര, ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ആരാണ്? ഹിമാദ്രിയാണ്. ഏറ്റവും അധികം പീക്കുകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഹിമാദ്രിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് കൊടുമുടി? കൊടുമുടി എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം കൂർത്തു പോകുന്ന പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീക്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, അടുത്ത, ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന, എടാ അമൃത, ഇതാണക്ക് ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പ്
ടെലഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ടപ്പൻ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഇന്നർ ഹിമാലയ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, ലാസ്റ്റ് പറയാം. ഇന്നർ ഹിമാലയ ജം ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് നോർത്ത് മോസ്റ്റ്. അബി എനിക്ക് കിട്ടിയില്ലായിരുന്നു, എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. വിട്ടേക്കാം. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും അധികം ഹിമാദ്രി അല്ലേ ഹയസ്റ്റ് കൊടുമുടി? എടാ ഹിമാദ്രി കൊടുമുടിയാണോ? അല്ല, ഹിമാദ്രി കൊടുമുടി അല്ല. ഹിമാദ്രി എന്താണ്? ഒരു പർവ്വത നിരയാണ്, വലിയൊരു പർവ്വത നിരയാണ്. ഈ കാണുന്ന ഒരു വലിയൊരു പർവ്വത നിരയാണ്, ഈ കാണുന്ന ഒരു വലിയൊരു പർവ്വത നിരയാണ് ഹിമാദ്രി. അതിലെ ഉയരം കൂടിയ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊടുമുടി എന്ന് പറയുന്നത്. ഹിമാദ്രി ഒരു പർവ്വത നിരയാണ്. പശ്ചിമഘട്ടം ഒരു കൊടുമുടിയാണോ? അല്ല, പശ്ചിമഘട്ടം ഒരു പർവ്വത നിരയാണ്. അതിൽ വരുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആര്? ആനമുടി. ഓക്കെ, ആനമുടി. വ്യത്യാസം മനസ്സിലായിക്കോളണേ. സർ നോഡല്ല ജം നോഡ് പറഞ്ഞത്. അല്ലല്ല, ഓക്കെ ഓക്കെ മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. എടാ പോക്കിന്റെ തരം ഒഴിക്കാതെ ഞാൻ അങ്ങോട്ട് വരിക. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഹിമാദ്രിയാണ്. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഹിമാദ്രിയാണ്. നെക്സ്റ്റ് വൺ, ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലാണ്. അതെ, വിഡ്ത്ത് 150 കിലോമീറ്റർ ടു 400 കിലോമീറ്റർ കറക്റ്റ് ആണ് കേട്ടോ. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി, ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഹിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കുന്ന്? കുന്നെന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ മുകൾ ഭാഗം ഏതാണ്ട് പരന്നു നിൽക്കുന്ന, ഉയരം കുറഞ്ഞ മുകൾ ഭാഗം ഏതാണ്ട് പരന്നു നിൽക്കുന്ന ഇങ്ങനെയുള്ള പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുന്നെന്ന് പറയുന്നു. ഈ ഉരുളി കമഴ്ത്തി വെച്ച പോലെയുള്ള പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുന്ന് അല്ലെങ്കിൽ ഹിൽ എന്ന് പറയുന്നു. ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ജനസംഖ്യ കൂടിയ ഒരു പ്രദേശമാണെങ്കിൽ, അതിനെ നമ്മൾ എന്ത് പറയും? ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രം എന്ന് പറയും. ഇപ്പൊ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഉയരം കുറഞ്ഞ മുകൾ ഭാഗം ഏതാണ്ട് പരന്നു നിൽക്കുന്ന ഇങ്ങനെയുള്ള പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുഖവാസ കേന്ദ്രം എന്ന് പറയുന്നു. ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. അപ്പൊ ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി, ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഇനി ഏറ്റവും അധികം ഡൂണുകൾ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഡൂൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡൂൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഈ താഴ്ഭാഗത്തെ, ഞാൻ ഇവിടെ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ താഴ്ഭാഗത്തെ എനിക്ക് എന്ത് പറയാം? എനിക്ക് വാലി അല്ലെങ്കിൽ താഴ്വര എന്ന് പറയാം. സോ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള താഴ്ഭാഗത്തെ എനിക്ക് എന്ത് പറയാം? വാലി അല്ലെങ്കിൽ താഴ്വര എന്ന് പറയാം. എന്നാൽ ഡൂൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പർവ്വതമല്ല, മറിച്ച് രണ്ട് പർവ്വത നിരകൾക്കിടയിലുള്ള നീളമേറിയ വിശാല താഴ്വര, താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൂൺസ് എന്ന് പറയുന്നു. ഞാൻ ആ പച്ച കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വാലിയാണ്, ആ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡൂൺസ് ആണ്. രണ്ട് പർവ്വത നിരകൾക്കിടയിലുള്ള നീളമേറിയ വിശാല താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൂൺസ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ശിവാലിക്കിനും ഹിമാചലിനും ഇടയ്ക്കുള്ള നീളമേറിയ വിശാല താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൂൺസ് എന്ന് പറയുന്നു. ഏറ്റവും അധികം ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ശിവാലിക്കിലാണ്. ഏറ്റവും അധികം ഡൂണുകൾ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ്. ഉറപ്പല്ലേ? ശിവാലിക്കിലാണ്, പോകത്തില്ല. അപ്പോ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള താഴ്ഭാഗത്തെ നമുക്ക് വാലി അല്ലെങ്കിൽ താഴ്വര എന്ന് പറയാം. എന്നാൽ ഡൂൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പർവ്വതമല്ല, മറിച്ച് രണ്ട് പർവ്വത നിരകൾക്കിടയിലുള്ള നീളമേറിയ വിശാല താഴ്വരകളെ നമുക്ക് എന്ത് പറയാം? ഡൂൺ എന്ന് പറയാം. അല്ലെങ്കിൽ ശിവാലിക്കിനും ഹിമാചലിനും ഇടയ്ക്കുള്ള ലാറ്റിറ്റ്യൂഡിനൽ വാലീസിനെ, നീളമേറിയ വിശാല താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൂൺസ് എന്ന് പറയുന്നു. ഡെറാഡൂണൊക്കെ എന്താണ്? ഡൂൺ ആണ്. അപ്പോ എന്റെ പോയിന്റ് ഇതാണ്, ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി, ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ, ഏറ്റവും അധികം ഡൂണുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവാലിക്കിലാണ്. ഓക്കെ അല്ലേ? കിട്ടി? ഓക്കെ അല്ലടാ? ഡൂണിന് മലയാളം ഇല്ല കേട്ടോ.
ഡൂണിന്റെ മലയാളമല്ല, ഡൂൺ തന്നെയാണ്, അത്രേ ഉള്ളൂ. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമാദ്രിയുടെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിമാദ്രിയുടെ പോയിന്റ്സ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഹിമാദ്രി. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഹിമാദ്രി. ദെൻ ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന ഹിമാലയൻ നിര ഹിമാദ്രി. ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ റേഞ്ച് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഏറ്റവും അധികം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഏറ്റവും അധികം ഡൂണുകൾ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ്. സോ നമുക്കറിയാം ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ആ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കൊടുമുടികൾ പഠിക്കാനുള്ള കോഡാണ് ഇതാണ് ഡാകിനിയുടെ എല്ലൂരി. ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കൊടുമുടികൾ പഠിക്കാനുള്ള കോഡാണ് ഡാകിനിയുടെ എല്ലൂരി. അതിന് എന്നിന് ക്യൂബാണ്. ഡാകിനിയുടെ എല്ലൂരി അതിൽ എന്നിന് ക്യൂബാണ്. ഡാകിനിയുടെ എല്ലൂരി അതിൽ എന്നിന് ക്യൂബാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിയിൽ ആരംഭിക്കുന്ന കൊടുമുടിയാണ് ധൗളഗിരി. ഡിയിൽ ആരംഭിക്കുന്നത് ധൗളഗിരി. ഈ ധൗളഗിരി എവിടാ സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഡിയിൽ ആരംഭിക്കുന്ന കൊടുമുടിയാണ് ധൗളഗിരി. ഈ ധൗളഗിരി എവിടെ സ്ഥിതി ചെയ്യുന്നു? നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും അധികം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ആ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കൊടുമുടികൾ പഠിക്കാനുള്ള കോഡാണ് ഡാകിനിയുടെ എല്ലൂരി. ഡി ധൗളഗിരി, നേപ്പാൾ. ദെൻ എയിൽ ആരംഭിക്കുന്ന കൊടുമുടിയാണ് അന്നപൂർണ. ഈ അന്നപൂർണയും എവിടാ സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. എയിൽ ആരംഭിക്കുന്ന കൊടുമുടി അന്നപൂർണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അന്നപൂർണയുടെ പ്രത്യേകത, അന്നപൂർണ ഇസ് ദ ഡെഡ്ലിയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും അധികം അപകടകാരിയായ കൊടുമുടി ആരാണ്? അത് അന്നപൂർണയാണ്. ലോകത്തെ ഏറ്റവും അധികം അപകടകാരിയായ കൊടുമുടി അന്നപൂർണയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് വരെ ഒരു മനുഷ്യനും കയറിയിട്ടില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഒരേ ഒരു കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് കൈലാസ് ആണ്, കൈലാസ പർവ്വതമാണ്. ഇന്ന് വരെ കൈലാസ പർവ്വതത്തിൽ ഒരാളും കയറിയിട്ടില്ല. പക്ഷെ അന്നപൂർണയുടെ ക്വസ്റ്റ്യൻ, അന്നപൂർണ ഇസ് ദ ഡെഡ്ലിയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും അധികം അപകടകരമായ കൊടുമുടി ആരാണത്? അന്നപൂർണയാണ്. ഓക്കെ, അന്നപൂർണ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ കൈലാസ മാനസ സരോവർ യാത്രക്കെല്ലാം ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടല്ലോ, അവർക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സങ്കല്പിച്ചേ, ഈ കാണുന്നത് ലഡാക്കും ജമ്മു കാശ്മീരും ചേർന്ന പ്രദേശമാണ്. താഴേക്ക് വന്നപ്പോ നേപ്പാൾ കഴിഞ്ഞടുത്ത സിക്കിമായി, ഭൂട്ടാനായി, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറായി. ട്രാൻസ് ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. ഒന്ന് കാരക്കോറം റേഞ്ച്, രണ്ടാമത്തേത് ലഡാക്ക് റേഞ്ച്, മൂന്നാമത്തേത് സസ്കർ റേഞ്ച്. കാരക്കോറത്തിന്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കൈലാസ് റേഞ്ച്. ആ കൈലാസ് റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് മൗണ്ട് കൈലാസ്. അതിന് തൊട്ടടുത്തൊരു തടാകമുണ്ട്, മാനസ സരോവർ തടാകം. ഈ കൈലാസം കാണാൻ പോകുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ഇവിടെയുള്ള ഈ ലിപ്പുലെ ചുരത്തിലൂടെ നടന്ന് 2 വഴിക്ക് പോകാം. ഒന്ന് നാദുല ചുരത്തിലൂടെ നമുക്ക് ബസ് മാർഗം പോകാം, അല്ലെങ്കിൽ ഈ ലിപ്പുലെ പാസിലൂടെ ഇങ്ങനെ നടന്ന് ഈ മാനസ സരോവർ തടാകത്തിന്റെ അടുത്തെത്തിയിട്ട് ആ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആ കാണുന്ന പർവ്വതമാണ് ഏത് പർവ്വതം? കൈലാസ പർവ്വതം. അല്ലാതെ ഒരാളെ പോലും ചൈന എന്ത് ചെയ്യത്തില്ല, അങ്ങോട്ട് കടത്തിവിടത്തില്ല. അതാണ് അതിന്റെ പ്രധാന റീസൺ. ഓക്കെ, ആ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആ കാണുന്ന പർവ്വതമാണ് കൈലാസ പർവ്വതം. ഈ മാനസ സരോവരം കൈലാസവും തമ്മിൽ ഏതാണ്ട് ഒരു 60 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. അത്രയ്ക്ക് ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ന് വരെ ഒരു മനുഷ്യനും കയറിയിട്ടില്ലാത്ത കൊടുമുടി മൗണ്ട് കൈലാസ് ആണ്. മൗണ്ട് കൈലാസ് ആണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കൊടുമുടി ആരാണ്? അത് അന്നപൂർണയാണ്. ഓക്കെ, അന്നപൂർണ. ടൈമർ വന്നല്ലേ, ഞാൻ ടൈമർ ഇപ്പൊ മാറ്റണം.
ഓക്കെ, അപ്പൊ എയിൽ ആരംഭിക്കുന്ന പീക്കാണ് അന്നപൂർണ. ഈ അന്നപൂർണ എവിടാ സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളില് സ്ഥിതി ചെയ്യുന്നു. അന്നപൂർണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, കെയിൽ ആരംഭിക്കുന്ന പീക്കാണ് കാഞ്ചൻജംഗ. കെയിൽ ആരംഭിക്കുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ. ഈ കാഞ്ചൻജംഗ എവിടാ സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ എവിടെ സ്ഥിതി ചെയ്യുന്നു? സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രദ്ധിച്ചിരിക്കാം, ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇപ്പൊ കാഞ്ചൻജംഗ ഈ കാണുന്ന ഈ പർവ്വതമാണ് കാഞ്ചൻജംഗ. ഈ കാണുന്ന ഈ പീക്കാണ് ഇത് കാഞ്ചൻജംഗ. ഈ കാണുന്നത് കാഞ്ചൻജംഗയാണ്. ഈ കാണുന്നത് കാഞ്ചൻജംഗയാണ്. സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ഈ കാഞ്ചൻജംഗയുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ആരാണ്? അത് കാഞ്ചൻജംഗയാണ്. ഒന്നാമത്തേത് മൗണ്ട് എവറസ്റ്റ്. 8848 മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. രണ്ടാമത്തേത് മൗണ്ട് കെ2. രണ്ടാമത്തേത് മൗണ്ട് കെ2 8611 മീറ്റർ ഉയരമുള്ള മൗണ്ട് കെ2 ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. മൂന്നാമത്തേത് കാഞ്ചൻജംഗ. മൂന്നാമത്തേത് കാഞ്ചൻജംഗ. ഉയരം 86 മീറ്റർ. പഠിക്കാൻ എളുപ്പമാണ്, ഫാൻസി നമ്പർ ആണ്. ഉയരം 86 മീറ്റർ. ഉയരം 86 മീറ്റർ. സോ എന്റെ പോയിന്റ് ഇതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇറ്റ് ഈസ് ദ തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരാണെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. കാരണം ഈ കാണുന്ന ഈ പീക്കാണ് മൗണ്ട് കെ2. ഈ കാണുന്നത് മൗണ്ട് കെ2 ആണ്. ഈ കാണുന്നത് മൗണ്ട് കെ2 ആണ്. സോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അതും ആരാണ്? കാഞ്ചൻജംഗയാണ്. ഓക്കെ, അപ്പൊ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കാഞ്ചൻജംഗ. പക്ഷെ പ്രശ്നം ഇതാണ്, 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ 1947 ഒരു ജലദോഷം വന്ന് ഇങ്ങനെ മൂക്കിന്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം ആര് കൊണ്ടുപോയി? പാകിസ്ഥാൻ കൊണ്ടുപോയി. 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം പാകിസ്ഥാൻ കൊണ്ടുപോയി. കൊണ്ടുപോയ ആ പ്രദേശമാണ് പാക് അധീന കാശ്മീർ. പാക് അധീന കാശ്മീർ. 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം പാകിസ്ഥാൻ കൊണ്ടുപോയി. കൊണ്ടുപോയ ആ പ്രദേശമാണ് പാക് അധീന കാശ്മീർ. ഇനി 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം ആരും കൊണ്ടുപോയി? ചൈനയും കൊണ്ടുപോയി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം ചൈനയും കൊണ്ടുപോയി. കൊണ്ടുപോയ ആ പ്രദേശത്തെയാണ് നമ്മൾ അക്സായ് ചിൻ പ്രൊവിൻസ് എന്ന് പറയുന്നു. അക്സായ് ചിൻ പ്രൊവിൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ മാപ്പിൽ വരയ്ക്കുമ്പോൾ മൗണ്ട് കെ2 ഇന്ത്യയിലാണെങ്കിലും അത് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്, മറിച്ച് പാക് അധീന കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് പാക് അധീന കാശ്മീരിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സജീന, എവറസ്റ്റിന്റെ ഹൈറ്റ് മാറിയട 8848.86 മീറ്റർ ആണ് നിലവിലെ ഹൈറ്റ് വരുന്നത്. ഞാൻ എവറസ്റ്റ് എടുക്കുമ്പോൾ അത് അത്രയും ആക്യുറേറ്റ് പറയാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. 8848.86 അതാണ് പുതിയ ഹൈറ്റ്. ഓക്കെ, എല്ലാം കൊണ്ടുപോയി. സത്യം പറഞ്ഞാലേ നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോൾ മൊത്തം വരയ്ക്കുകയാണെങ്കിലും കുറെ സ്ഥലങ്ങൾ എന്തല്ല, അത് ഇന്ത്യയുടെ ഭാഗമല്ല. ഓക്കെ, അപ്പൊ 1947 ഇന്ത്യ എവറസ്റ്റ് ഇന്ത്യയിലല്ല. എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. എവറസ്റ്റ് നേപ്പാളിലാണ്. നേപ്പാളിലും ചൈനയിലുമായിട്ടാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? നേപ്പാളിൽ പഠിച്ചാൽ മതി. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് നമുക്ക് പഠിക്കാം മൗണ്ട് എവറസ്റ്റ് ചൈനയിലാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വിട്ടേക്കുക. നമ്മുടെ പോയിന്റ് ഇതാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അതും ഇത് തന്നെയാണ്, കാഞ്ചൻജംഗ. സോ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതും ആരാണ്? കാഞ്ചൻജംഗയാണ്. കാരണം
മൗണ്ട് കേട്ടു യഥാർത്ഥത്തിൽ മാപ്പിൽ വരയ്ക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിലും അത് ഇന്ത്യയിലല്ല, പാക് അധീന കാശ്മീരിലാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് കാഞ്ചൻജംഗയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. തർക്കരഹിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. തർക്കരഹിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. മാത്രമല്ല ഇതൊരു നാഷണൽ പാർക്കും കൂടെയാണ്. ഈ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു നാഷണൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ LD പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്, കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതും കാഞ്ചൻജംഗയാണ്. ഓക്കെ, അപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തർക്കരഹിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് കാഞ്ചൻജംഗയാണ്. നെക്സ്റ്റ് വൺ, 5 പർവ്വത നിരകൾ ചേർന്നാണ് കാഞ്ചൻജംഗ രൂപം കൊണ്ടത്. 5 പർവ്വത നിരകൾ ചേർന്നാണ് കാഞ്ചൻജംഗ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ മഞ്ഞിലെ 5 നിധി എന്നറിയപ്പെടുന്ന പീക്കാരാണ് കാഞ്ചൻജംഗയാണ്. 5 പർവ്വത നിരകൾ ചേർന്നാണ് കാഞ്ചൻജംഗ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ മഞ്ഞിലെ 5 നിധി എന്നറിയപ്പെടുന്ന കൊടുമുടി കാഞ്ചൻജംഗയാണ്. 5 പർവ്വത നിരകൾ ചേർന്നാണ് കാഞ്ചൻജംഗ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ മഞ്ഞിലെ 5 നിധി എന്നറിയപ്പെടുന്ന പർവ്വതം കാഞ്ചൻജംഗയാണ്. ഇനി ഇന്ത്യക്കാർ വളരെ പവിത്രമായി കാണപ്പെടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അതുകൊണ്ട് തന്നെ ഈ കാഞ്ചൻജംഗ കയറാൻ പോകുന്നവരോട് ആദ്യം രേഖാമൂലം എഴുതി മേടിക്കും. ഒരിക്കലും അതിന്റെ ശൃംഗത്തിൽ ചവിട്ടില്ല, ഒരിക്കലും അതിന്റെ മുകൾ ഭാഗത്ത് ചവിട്ടില്ല എന്ന് രേഖാമൂലം എഴുതി വാങ്ങിയ ശേഷം മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന ലോകത്തിലെ ഒരേ ഒരു കൊടുമുടി അതുമാരാണ്? കാഞ്ചൻജംഗയാണ്. 5 പർവ്വത നിരകൾ ചേർന്നാണ് കാഞ്ചൻജംഗ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ മഞ്ഞിലെ 5 നിധി എന്നറിയപ്പെടുന്ന കാഞ്ചൻജംഗ ശൃംഗത്തിൽ ചവിട്ടില്ല എന്ന രേഖാമൂലം എഴുതി വാങ്ങിയ ശേഷം മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന ലോകത്തിലെ ഒരേ ഒരു കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഈ കാഞ്ചൻജംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാനിയാണ്, കാഞ്ചൻജംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലേഷ്യർ ആണ് സെമു ഗ്ലേഷ്യർ. കാഞ്ചൻജംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാനി, അതായത് വലിയ ഒഴുകുന്ന മഞ്ഞുപാളികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലേഷ്യർ എന്ന് പറയുന്നു. സോ കാഞ്ചൻജംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലേഷ്യർ ആണ് സെമു ഗ്ലേഷ്യർ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ സെമു ഗ്ലേഷ്യർ ആണ്. അപ്പൊ കാഞ്ചൻജംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലേഷ്യർ ആണ് സെമു ഗ്ലേഷ്യർ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ സെമു ഗ്ലേഷ്യർ ആണ്. ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. സെമു ഗ്ലേഷ്യർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ സെമു ഗ്ലേഷ്യറിൽ നിന്നുള്ള ജലമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ സിക്കിമിലെ ചോലാമു തടാകത്തെ എന്ത് ചെയ്യുന്നത്? നിറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെമു ഗ്ലേഷ്യറിൽ നിന്നുള്ള ജലമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ സിക്കിമിലെ ചോലാമു തടാകത്തെ നിറയ്ക്കുന്നത്. ഈ ചോലാമു തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ടീസ്റ്റ. നമുക്കറിയാം ടീസ്റ്റയുടെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ടീസ്റ്റയ്ക്ക് ഇത്രമാത്രം സ്പീഡ് കൈവരിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ ടീസ്റ്റ ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ ചോലാമു തടാകത്തിൽ നിന്നാണ്. അതായത് ഉയരം കൂടുന്തോറും അതിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ടീസ്റ്റയ്ക്ക് സ്പീഡ് കൂടാൻ കാരണം. ഓക്കെ, അപ്പൊ സെമു ഗ്ലേഷ്യർ, കാഞ്ചൻജംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലേഷ്യർ ആണ് സെമു ഗ്ലേഷ്യർ. ആ സെമു ഗ്ലേഷ്യറിൽ നിന്നുള്ള ജലമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ ചോലാമു തടാകത്തെ നിറയ്ക്കുന്നത്. ആ ചോലാമു തടാകം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു.
ചോലാമു തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ. മാത്രവുമല്ല സിക്കിമിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി അതുമാരാണ് ടീസ്റ്റയാണ്. സിക്കിമിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയും ആര് തന്നെയാണ്? ടീസ്റ്റയാണ്. ഓക്കെ, ടീസ്റ്റ. സിക്കിമിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ടീസ്റ്റയാണ്. ഓക്കെ, ഉയരം കൂടുന്തോറും വേഗത കൂടുന്നു, അത്രയേ ഉള്ളൂ. എന്താ, നമ്മളിപ്പോ ഒരു 5 നില വീടിന്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് വെച്ചേക്കാണ്. 1 നില വീടിന്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് വെച്ചേക്കാണ്. താഴെ നിൽക്കുമ്പോൾ ഏറ്റവും ഫോഴ്സ് ആർക്കാണ്? 5 നിലയുടെ മുകളിൽ ആ വാട്ടർ ടാങ്കിനാണ്. ശരിയല്ലേ? അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇത്രയുമാണ് കാഞ്ചൻജംഗയുടെ പ്രധാന പോയിന്റുകൾ. ഇത്രയുമാണ്. എടാ, ആപ്പിനകത്ത് നോട്ട് കിട്ടത്തില്ല, ഞാൻ നോട്ട് തരും. നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ഇട്ടിരുന്നാലും മതി. 828 112 1122 828 1122 അതാണ് എന്റെ നമ്പർ. നിങ്ങൾ ഒന്ന് വാട്സപ്പ് ഇട്ടിരുന്നാലും മതി, ഞാൻ ഫ്രീ ആയിരിക്കും എന്ത് ചെയ്യാം, ലിങ്ക് തരാം. അപ്പോൾ ഇത്രയുമാണ് കാഞ്ചൻജംഗയുടെ പ്രധാന പോയിന്റുകൾ. ഇവിടെ എനിക്ക് 7 മണിക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട്. സോ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിന് കയറുമ്പോൾ ഇതൊന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് കാണാം. സോറി കേട്ടോ, എനിക്ക് 7 മണിക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ ഒരു ബ്രേക്ക് കിട്ടിയില്ല. 2, 4, 4, 5:30, 5:30, 7, ഇനി അടുത്ത് 7, 8, പിന്നെ 8, 9 വരെ ഉണ്ട്. 9:30, 10 ബ്രേക്കാണ്. 10 to 11 ഒരു യൂട്യൂബ് ക്ലാസ് ഉണ്ട്. അതുകൂടെ ഇന്നത്തെ ഓക്കെ ആവും. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിനാണ്. ബൈ. ഇത് അടുത്ത ക്ലാസ് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ, ഫ്ലോ അങ്ങ് പോയി. കുഴപ്പമില്ല, ശരി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിനാണ്. ടാറ്റ, ബൈ. താങ്ക് യു ഓൾ. നല്ലോണം പഠിച്ചേക്കണേ. താങ്ക്സ് ഓൾ. ബൈ.